ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്ലാസ് 8 ഫിസിക്സിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് എ വാട്ടർ ബോട്ടിൽ ആർ ഡെപ്പിക്റ്റഡ്. ഇവിടെ 4 വാട്ടർ ബോട്ടിൽസ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് രൂപപ്പെടുന്ന ബബിൾസിൻ്റെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അല്ലേ. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നു, ഈ പറഞ്ഞ 4 ബോട്ടിൽസിൽ വിച്ച് ഈസ് ദ കറക്റ്റ് പിക്ചർ. നിങ്ങൾ തന്നെ പറഞ്ഞോ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ? യെസ്, ഉറപ്പായിട്ടും ദാറ്റ് ഈസ് സി ആണ് അല്ലേ. സി എന്ന് പറയുന്ന ബോട്ടിലാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. കാരണം നിങ്ങൾക്കറിയാം, ഒരു വാട്ടർ ബോട്ടിലിനകത്ത് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് കണ്ടെയ്നിങ് ബോട്ടിലിനകത്ത് നിങ്ങൾക്ക് താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും അല്ലേ. ലിക്വിഡ് കണ്ടെയ്നിങ് ബോട്ടിലിനകത്ത് താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ബബിൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ബബിളായിരിക്കും അല്ലേ. താഴ്ഭാഗത്ത് വളരെ ചെറിയ ബബിളായിരിക്കും. ഇനി അത് മുകളിലേക്ക് എത്തും തോറും ആ ഒരു ബബിൾ എക്സ്പാൻഡ് ചെയ്ത് വരും കേട്ടോ. അതായത് താഴ്ഭാഗത്ത് ചെറിയ ബബിളാണെങ്കിൽ മുകളിലേക്ക് വരും തോറും എന്ത് സംഭവിക്കും? യെസ്, വലിയ ബബിളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു സൈസ് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ കീയിലെ നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് ഇവിടെ കാണാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, സി എന്ന് പറയുന്ന ചിത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ബബിൾസ് ഗെറ്റ് ബിഗ്ഗർ വെൻ ഇറ്റ് ഗോ അപ്പ് ടു ദ സർഫസ്. സർഫസിലേക്ക് പോകും തോറും ആ ഒരു ബബിൾ എന്ത് ചെയ്ത് വരും? യെസ്, ബിഗ്ഗർ ആയിട്ട് വരും അല്ലേ. ദ ബിഗ്ഗർ വെൻ ഇറ്റ് ഗോസ് അപ്പ് ടു ദ സർഫസ്. സർഫസിലേക്ക് എത്തും തോറും അത് വളരെയധികം ബിഗ് ആയിട്ട് വരും. ബിക്കോസ് ദർ ഈസ് ലെസ് പ്രഷർ അറ്റ് ഇറ്റ് റൈസസ് ടു ദ സർഫസ്. സർഫസിലേക്ക് പോകും തോറും അതിൻ്റെ എന്ത് കുറയും? യെസ്, പ്രഷർ കുറയും. അപ്പോൾ താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലാണെങ്കിൽ മുകളിലേക്ക് പോകും തോറും പ്രഷർ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ബബിളിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ വേണ്ടിയിട്ട്, അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു. ബാരോമീറ്റർ ആണ് ശരിയായിട്ട് വരുന്ന ആൻസർ കേട്ടോ. ബാരോമീറ്റർ ആണ് ഇതിനുപയോഗിക്കുന്നത്, അന്തരീക്ഷമർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡാഷ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻ്റ് എന്നതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതും പഠിച്ചു വെച്ചോണം. ഗ്രാഫൈറ്റ് ആണ് എന്ത്? യെസ്, സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ് എന്ന കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഫോഴ്സ് ആസ് ദോസ് റിലേറ്റഡ് ടു കോൺടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോൺടാക്റ്റ് ഫോഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ പല തവണയായിട്ട് കോൺടാക്റ്റ് ഫോഴ്സും നോൺ കോൺടാക്റ്റ് ഫോഴ്സും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൺടാക്റ്റ് ഫോഴ്സ് എന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. കോൺടാക്റ്റ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ കോൺടാക്റ്റ് ഫോഴ്സ് അല്ലേ. കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? ടച്ചിങ് വഴി ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ മാഗ്നറ്റുകൾ തന്നെ ടച്ച് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും? അട്രാക്റ്റും ചെയ്യും, റിപ്പലും ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ നോൺ കോൺടാക്റ്റ് ഫോഴ്സ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഇനി മസ്കുലാർ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം അല്ലേ, നമ്മളൊരു ടേബിൾ പുഷ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ബലത്തിനെയാണ് മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു ടച്ചിങ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ കോൺടാക്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ പറയും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കോൺടാക്റ്റ് ഫോഴ്സ് ആണെന്ന കാര്യം എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺടാക്റ്റ് ഫോഴ്സും നോൺ കോൺടാക്റ്റ് ഫോഴ്സും നിങ്ങൾക്ക് ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് തരംതിരിക്കാൻ വേണ്ടി ചോദിക്കും. സോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? കോൺടാക്റ്റ് ഫോഴ്സും നോൺ കോൺടാക്റ്റ് ഫോഴ്സും ഒരു ടേബിളിൽ നല്ല വൃത്തിയിൽ എഴുതി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ആൻഡ് കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോ തൊട്ടടുത്ത സമയത്ത് തന്നെ വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.